ഹായ് ഫ്രണ്ട്സ്, റിതുസ് വ്ലോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഉരുളൻകിഴങ്ങ് എടുത്ത് ഉപ്പിട്ട് പുഴുങ്ങി അത് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രയോ എടുക്കണമെന്ന് വെച്ചാൽ ഉരുളൻകിഴങ്ങ് എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ടൊക്കെ മൈദ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു തുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, പിന്നെ ലൈക്കും ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കണ മാതിരി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു തുണ്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. തുണ്ട് വെള്ളം ഒഴിച്ചെടുക്കണ്ടോ, അല്ലെങ്കിൽ നന്നായി ഇത് കുഴഞ്ഞു പോകും. പിന്നെ ഇത് കയ്യിൽ നമുക്ക് ഒട്ടി പിടിക്കില്ല. അപ്പോൾ ഒട്ടി പിടിക്കാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഓയിലൊന്ന് ഒഴിച്ചെടുക്കുക. അപ്പോൾ പിന്നെ തീരെ ഒട്ടി പിടിക്കില്ല, നമുക്ക് വേഗം കുഴച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്കിത് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചപ്പാത്തി പലകത്തിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന മാതിരി ഇങ്ങനെ വേഗം ഒന്നും പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെറുതായി ഒന്നത് ഇങ്ങനെ പരത്തി വയ്ക്കുക. ഇതുപോലെ ഈ ഒരു കനത്തിന് നമുക്കിത് പരത്തി വയ്ക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു മൂടി എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ സൈഡ് ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴൊക്കെ പിള്ളേർക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഇഷ്ടം. ഈ ഒരു ഷേപ്പ് കിട്ടാനായിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ തലഭാഗം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താണ്. അല്ലാണ്ട് ശരിക്കും അതുപോലെ ആക്കിയപ്പോൾ എനിക്ക് ആ ഷേപ്പ് കിട്ടിയില്ല. ഇതിവിടെ ഓയിൽ നന്നായി ചൂടായതിൻ്റെ അതിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. ഇത് വേഗം തന്നെ റെഡിയായി കിട്ടും. നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്തിട്ടുള്ള കാരണം നമുക്കൊന്ന് ചെറുതായി ഒന്നിങ്ങനെ വേഗം മുരിഞ്ഞ് കിട്ടിയാൽ മതി. നമ്മുടെ ബജിയിലൊക്കെ ഒരു കളർ വരില്ലേ, ഈ ഒരു കളർ വരുമ്പോൾ നമുക്കിത് കോരി പാത്രത്തിലേക്ക് മാറ്റാം. വേഗം റെഡിയായി കിട്ടുന്നുണ്ട്. ഇത് അധികം സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ ഇത് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടവും. ഇതേപോലെയൊക്കെ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്നും നമ്മൾ ബജിയൊക്കെ അല്ലെങ്കിൽ ബോണ്ടൊക്കെ ആയിട്ട് കിഴങ്ങ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടം. ഇതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള എല്ലാതും വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യത്തിന് എരിവൊക്കെ ഉള്ളൂ. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്കൊക്കെ എരിവ് കൂടുതലിട്ട് കൊടുക്കുക. സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കുന്നതൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.